മണിരത്നത്തിന്റെ സിനിമയാണ് അഞ്ജലി. ഏറ്റവും മികച്ച കുട്ടികളുടെ സിനിമയിൽ ഒരെണ്ണമാണ് മഹാനദി എന്ന് പറഞ്ഞാൽ. മഹാനദി കണ്ടിട്ട് ഈ പുറത്തുള്ള ഫോറിൻ ഡയറക്ടേഴ്സ് വരെ ഇൻസ്പയർഡ് ആയിട്ടുള്ള, ടേക്കണൊക്കെ ഇൻസ്പയർഡ് ആയിട്ടുള്ള സിനിമ മഹാനദി. പ്രശ്നം ഉണ്ടായിരുന്നു. കാരണം വെച്ചാൽ അതിലൊരു ഇങ്ങനെ ഒരു എന്താ പറയാ, ആ കുട്ടിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരുന്നില്ല. അപ്പൊ ഫാദർ പറഞ്ഞു പിന്നെ അതിന് ശേഷം മോക്ക് സ്കൂളിലൊക്കെ പോകാൻ ബുദ്ധിമുട്ടായിരിക്കും, അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യണ്ട, ഇന്നത്തെ പോലെ അത്രയും അങ്ങനെ നമ്മൾ അങ്ങനെ. അപ്പൊ അത് അച്ഛൻ പറഞ്ഞു അത് കുട്ടിക്ക് ഒരു ഇമേജ് ഉണ്ടാക്കും. അങ്ങനെ അത് നമ്മൾ അങ്ങനെയായിരുന്നു. അത് കമൽ സാറിന്റെ അപ്പൊ അത് അങ്ങനെ അങ്ങനെയൊക്കെയുള്ള. പിന്നീട് നമുക്ക് മനസ്സിൽ ദളപതി എന്താ വെച്ചാല് ഈ പുറപ്പാട് എന്ന് പറഞ്ഞൊരു മൂവിയില് ഈ ഡാം പൊട്ടിയിട്ട് ഇങ്ങനെ വീണിട്ട് പിന്നെ ലേക്ക് ബ്രിഡ്ജ് വീണിട്ട് താഴോട്ട് വീഴുന്നു. അപ്പം അതിങ്ങനെ സെറ്റ് ഇട്ടപ്പോൾ നീന്തുന്ന സീനുണ്ട്. അപ്പം എനിക്ക് നീന്തൽ അറിയാം. അപ്പം അന്നേരം ചെറിയ കുട്ടിയാണ്, 6-7 വയസ്സുണ്ടാവുള്ളൂ. അപ്പം ഞാൻ നീന്തി ഇങ്ങനെ ഡക്ക് എന്തൊക്കെയോ ജീവികൾ ഒക്കെ വീഴുന്നുണ്ട്, കാളവണ്ടിയൊക്കെ പൊട്ടി വീഴുന്നുണ്ട്. അപ്പം ഞാൻ നീന്തലുണ്ടപ്പം നമുക്ക് ഭയങ്കര ഇംപ്രസ്ഡ് ആയി. അപ്പം അന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ ഗിഫ്റ്റ് വാങ്ങിച്ചു വെക്കും, പേസ്റ്റ്, ബ്രഷ്. അപ്പൊ അങ്ങനെ അതിങ്ങനെ ഗിഫ്റ്റ് ആയിട്ട് തരും, നന്നായിട്ട് അഭിനയിച്ച് ക്ലാപ്പ് ചെയ്യും. അതൊക്കെ അങ്ങനെയൊക്കെയാണ് അന്നൊക്കെ ചെറിയ ചെറിയ സന്തോഷങ്ങളാണല്ലോ കാര്യങ്ങൾ. അപ്പം ഇത് കണ്ടപ്പോൾ ഭയങ്കര പുള്ളി ഇംപ്രസ്ഡ് ആയിട്ട് അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പം ഇങ്ങനെ ലൊക്കേഷനിൽ തന്നെ ഫോട്ടോസ്, സ്റ്റിൽ ഫോട്ടോഗ്രാഫർ. അപ്പം അവിടെ നിന്ന് അതൊക്കെ എടുത്ത് എന്തൊക്കെയോ നോക്കിയിട്ട് അയച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെ വന്നതാണ് ഈ ദളപതിയിലേക്കും അങ്ങനെ ഉള്ള സിനിമ, തമിഴ് സിനിമയിലേക്ക്. അപ്പോൾ ഓഫറൊന്നും അങ്ങനെ പോവാൻ ഇങ്ങനെ സ്കൂളിന്റെ കാരണം ചിലപ്പോൾ ഡെസ്റ്റിനി വേറെ ആയിരുന്നു. പക്ഷെ അപ്പുറത്ത് വളരെയധികം സെലിബ്രേറ്റ് ചെയ്യുന്ന ദിലീപ് കോമ്പിനേഷൻ സിനിമ. അതെ അതെ, ദിലീപേട്ടന്റെ സിനിമയിൽ എങ്ങനെയാ വെച്ചാൽ ആദ്യം കാക്കയ്ക്കും പൂച്ചയ്ക്കും കല്യാണം എന്ന് പറഞ്ഞൊരു മൂവിയിലാണ് അഭിനയിച്ചത്. അതിന് മുന്നേ എനിക്ക് ദിലീപേട്ടനെ അറിയാം. ദിലീപേട്ടൻ മിമിക്രി ചെയ്യണ കാലത്തെ ദിലീപേട്ടൻ തിരൂരിൽ നിന്നൊക്കെ അമ്പലപ്പറമ്പിൽ, ഉത്സവപ്പറമ്പിലൊക്കെ ഈ ഷോ കഴിഞ്ഞിട്ട് ആദർശ, ദിലീപേട്ടൻ, അവരുടെ ആ ടീം മൊത്തം അവരൊക്കെ കയറും. അപ്പം പിന്നെ അവരൊക്കെ തുടക്ക കാലങ്ങളാട്ടോ, അവർ ലോക്കൽ കമ്പാർട്ട്മെന്റിൽ കയറും. അപ്പം നമുക്ക് എങ്ങനെയാ വെച്ചാൽ ലൊക്കേഷൻ അവർ ബുക്ക് ചെയ്യുന്നതായാലും നമുക്കൊക്കെ എ സിയിലായിരിക്കും. അപ്പോൾ ഇവർ എ സിയിലേക്ക് വരും, അച്ഛനുണ്ടാവും. അപ്പോൾ ഇവർക്ക് ബിരിയാണിയൊക്കെ വാങ്ങിച്ചു കൊടുക്കും അച്ഛൻ. പിള്ളേരാന്ന്, പയ്യന്മാരാ. അപ്പോൾ അന്നേ ഉള്ള ബന്ധാ. പിന്നെ ഈ കാക്കയ്ക്കും പൂച്ചയ്ക്കും കല്യാണത്തിൽ പുള്ളി എന്നെ കണ്ടപ്പോൾ, അച്ഛനെ കണ്ടപ്പോഴൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. പിന്നെ പുള്ളി അടുത്ത സിനിമ മുതൽ എല്ലാ സിനിമയിലും നമ്മളിപ്പോൾ ഒരു കോള് വന്നു കഴിഞ്ഞാൽ ദിലീപ് പറഞ്ഞിട്ട് വിളിക്കുകയാണ്, സിസ്റ്ററായിട്ടാണ്. പിന്നെ അച്ഛൻ തിലകൻ സാറിനെയാണ് പറഞ്ഞിട്ടുള്ളത്. പെങ്ങളെ 2 ആൾക്കാരെ സജസ്റ്റ് ചെയ്തിട്ടുള്ളൂ. അങ്ങനെ എനിക്കൊരു കണ്ടിന്യൂസ് ആയിട്ട് 6 ഫിലിമൊക്കെ പുള്ളി. അതൊരു ഭയങ്കര ഇതാണ് എല്ലാ സിനിമ. അപ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും ആ സിനിമയിൽ പോയി കഴിയുമ്പോൾ. അതിൽ സീരീസിലെ ലാസ്റ്റ് സിനിമയാണ് മീനത്തിൽ താലികെട്ട്. അപ്പോഴേക്കും ഞാൻ പുള്ളിയൊക്കെ ഭയങ്കര ഒരു എന്താ പറയുക, അത്രയും അഭിനയിച്ച് സിങ്കായിട്ട്. കാരണം എന്ത് പറഞ്ഞാലും അങ്ങോട്ട്. അപ്പോൾ എൻ്റെ അടുത്ത് പറയും, നീ എന്താ, എനിക്ക് ബ്രദറുണ്ട്, അപ്പം നീ എങ്ങനെയാണ് നിൻ്റെ ഏട്ടനോട് പറയാം, നിങ്ങൾ എങ്ങനെയാണ് സംസാരിക്കുക, അതെങ്ങനെയൊക്കെയാന്നൊക്കെ ചോദിച്ചിട്ട് പുള്ളി ഇങ്ങനെ ഹോംവർക്ക് ചെയ്യിപ്പിക്കും. സീനിൻ്റെ മുന്നേ ഇങ്ങനെ ലൈറ്റൊക്കെ റെഡിയാക്കുമ്പോൾ. എന്നിട്ട് അതൊക്കെ സംസാരിച്ച് അപ്പം എന്നോട് പറയാം, എന്താ വിളിച്ചോ, കുത്തിക്കോ, എന്നെ ബഹളം ഉണ്ടാക്കിക്കോ. ശരിക്കും ആ ഒരു റിയൽ പോലെ വരാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു ഇമോഷണൽ സീനൊക്കെ ഉണ്ട്, കാര്യം. അപ്പം അതിലൊക്കെ എനിക്ക് കുറച്ച് ആദ്യം ആ സീൻ ശരിക്കും ലാൽ ജോസാണ് അതിൻ്റെ സ്ക്രീൻ പ്ലേ, അതൊക്കെ പുള്ളിയുടെ ഒരു ശരിക്കും ഡയറക്ടർ മൂവി എന്ന് വേണമെങ്കിൽ പറയാം, പുള്ളി തന്നെ ചെയ്തിട്ടില്ലേ. അപ്പം അതിലേക്ക് കുറേ കാര്യങ്ങൾ ലാലുവേട്ടൻ പിന്നെ ഒരു ആൺകുട്ടീനെയാണ് അനിയനായിട്ട് വെച്ചിരുന്നത്. പിന്നെ ദിലീപേട്ടൻ പറഞ്ഞിട്ട് അത് പെൺകുട്ടിയാക്കി. കാരണം പെൺകുട്ടിയാകുമ്പോൾ കുറച്ചുകൂടി ഇമോഷണൽ ആവും, ഏട്ടനും അനിയത്തിയാവും. പിന്നെ എൻ്റെ 1-2 സീൻസ് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഇൻവോൾവ്മെന്റ് കണ്ടിട്ട് പിന്നെ സീൻസ് കൂട്ടി. അങ്ങനെ പല സിനിമയിലും എനിക്ക് കണ്ടു. ചന്ത എന്ന് പറഞ്ഞ മൂവിയിൽ അങ്ങനെയായിരുന്നു, അതിലങ്ങനെയായിരുന്നു. അതിലൊരു വയസ്സനായിട്ടുള്ള ഒരാളായിരുന്നു ആ ക്യാരക്ടർ, ബോംബ് പൊട്ടി മരിക്കുന്നത്. അത് പിന്നെ എന്നെ മാറ്റി എൻ്റെ ക്യാരക്ടർ കൊണ്ടുവന്നപ്പോൾ അത് അങ്ങനെ ചെയ്ത് സിമ്പതി ആക്കാന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പെർഫോം ചെയ്യുന്നതിനനുസരിച്ചിട്ട് അവർ സീൻസ് കൂട്ടി. അതിലെന്താ ദിലീപേട്ടൻ പറയൂലോ, കുറച്ച് വെള്ളം തിളപ്പിക്കും അതെ ഭയങ്കര രസം അത്. അപ്പോൾ അങ്ങനെ അത് ഇമോഷണൽ ആയിട്ടുള്ള ഒരു സീൻ ഉണ്ടായിരുന്നു. അത് അവർ വീട്ടിൽ, അപ്പൊ അതൊക്കെ ഗ്ലിസറിൻ ഇല്ലാണ്ടാ കരഞ്ഞതൊക്കെ. അപ്പൊ തിലകൻ അങ്കിളാണ് എനിക്കതൊക്കെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. എന്നോട് പറയും, മോള് ഇങ്ങനെ ഗ്ലിസറിൻ ഭയങ്കര കേടല്ലേ കണ്ണിന്, ചെറിയ കുട്ടിയല്ലേ, അപ്പോൾ മാറി നിന്ന് വിഷമമുള്ള കാര്യമൊക്കെ ആലോചിച്ചാൽ മതി. അപ്പം ഞാൻ ചോദിക്കും, അങ്കിൾ എന്താ വിഷമമുള്ള ആലോചിക്കും, ചെറിയ കുട്ടിയല്ലേ, അല്ല സ്കൂളിൽ നിന്ന് അടി കിട്ടുന്ന പോലെയോ
അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും പട്ടിണി കിടക്കണ പോലെയോ എത്രയോ പാവങ്ങളൊക്കെ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ആലോചിച്ച് നമ്മൾ ഭയങ്കര കുറേ നേരം, പുള്ളി വലിയ ലെജൻഡാണ്, പുള്ളി പഠിപ്പിച്ചത്, നമുക്ക് അറിയുന്നില്ല. ഇങ്ങനെ ഒരു മൂലയ്ക്ക് പോയിരുന്നിട്ട് ഇങ്ങനെ ആലോചിച്ചിട്ട് വിഷമിച്ച് നല്ലോണം ആ ഒരു മൂഡിലേക്ക് ആരോടും സംസാരിക്കാൻ അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മൾ ആ സീനിലേക്ക് പോകുമ്പോൾ നമുക്ക് ഇതായിട്ട് നാച്ചുറലായിട്ട് കരയാൻ പറ്റും. ഇപ്പം നാച്ചുറലായിട്ട് ആ സീനും ആ ഡയലോഗും ഒക്കെ ആലോചിക്കും, അങ്ങനെ കരയായിരുന്നു സ്ഥിരമായിട്ട്. ഇപ്പോഴും മറ്റേ മീനത്തിൽ തലകെട്ടില്ല അമ്മിണിക്കുട്ടിയാണെന്നോ അല്ലെങ്കിൽ ഇപ്പൊ പൊളിറ്റിക്കലി കറക്റ്റാണ് എന്നാലും കുട്ടി ആന്റി അല്ലേ, മറ്റേ ചക്കപ്പോത്ത ആന്റി അല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ഓരോരുത്തർ കുട്ടികളൊക്കെ എല്ലാവരും വരും. അത് ഭയങ്കര രസമുള്ള. പക്ഷെ എനിക്കതൊന്നും വലിയ ഇതായിട്ട് തോന്നുന്നില്ല. എനിക്കത് അക്നോളജ്മെന്റ് പോലെയാണ് തോന്നുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ അവർക്ക് ഇഷ്ടം കൊണ്ടല്ലേ അവരങ്ങനെ പറയുന്നതും ഇതാകുന്നതും. ഞാൻ ഈ അടുത്ത് മറ്റൊരു അഭിമുഖത്തിൽ വായിച്ചിട്ടായിരുന്നു, ഈ ടൊവിനോനെ കാണാൻ പോയിട്ട് ടൊവിനോ ചേച്ചി ഒരു സ്റ്റാറിനെ പോലെയാണ് കാണുന്നത്, അതുകൊണ്ട് മക്കൾക്ക് വല്ലാത്ത ബഹുമാനം കൂടി. അത് ടൊവിനോനെ ഒരു സ്കൂളിൽ വെച്ച്, കോഴിക്കോട് ഒരു സ്കൂളിൽ വെച്ചിട്ട് ഷൂട്ട്, എടക്കാടിന്റെ സമയത്ത്, എടക്കാടിന്റെ. അപ്പം എന്റെ മൂത്ത ആള് ഭയങ്കര ഫാനായിരുന്നു ആ സമയത്ത്. അപ്പൊ അവൾക്ക് നിർബന്ധം കാണണം. അപ്പൊ ഹസ്ബൻഡ് ഒരു ഫ്രണ്ടാണ്, അതൊരു പ്രൊഡക്ഷൻ മാനേജർ. പറഞ്ഞു നമുക്ക് കാണാം, കാരവനിൽ ഇരിക്കുന്നത് തോന്നുന്നു, നമുക്ക് നോക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു ഏട്ടാ വേണ്ട, എനിക്കൊന്നാമത് അറിയാം സെലിബ്രിറ്റീസിന്റെ ബുദ്ധിമുട്ട്. കാരണം ഓരോരുത്തർ കാണാൻ വരുമ്പോൾ ഉണ്ടാവുന്നതും നമ്മളിത് ചെറുപ്പം മുതലേ കാണാൻ. അപ്പൊ ഞാൻ മാക്സിമം അവരെ ഡിസ്റ്റർബ് ചെയ്യാണ്ടിരിക്കാൻ ഞാൻ പറയും, എന്തിനാ അവരിതാക്കുന്നത്, അവർക്കൊരു പ്രൈവറ്റ് ആയിട്ട് ഇരിക്കും, നമ്മൾ വെറുതെ പോയി ഒരു ഫോട്ടോ എടുക്കുക, സെൽഫി എടുക്കുക, ഞാൻ ശല്യം ചെയ്യേണ്ട അങ്ങനത്തെ ഒരു കൂട്ടത്തിലാണ്. അപ്പം അവൾ പറഞ്ഞല്ല എന്തായാലും കാണണം എന്നൊക്കെ. അപ്പം മോളെ ആഗ്രഹമല്ല എന്ന് വെച്ചാൽ അങ്ങനെ പോയി. ഞാൻ രാത്രി വീട്ടിൽ നിന്ന് വെറുതെ ഒരു ഡ്രൈവ് പോകാൻ വേണ്ടിയിട്ട് എന്തോ നോർമൽ വീട്ടിലിടുന്ന എന്തോ ഡ്രസ്സ് ഇട്ടിട്ട് ഞാൻ അങ്ങനെ ഇറങ്ങിയതാ, നൈറ്റ് ഡ്രസ്സ് അങ്ങനെ എന്തോ. അപ്പോഴാണ് ഇങ്ങനത്തെ ഒരു പണി കിട്ടി. ചേച്ചി ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ വെൽ ഡ്രസ്ഡ്, അല്ല അത് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ വെച്ചാൽ ടോവിനോ ന്യൂജൻ അല്ലേ, നമ്മളെയൊന്നും അറിയുന്നുണ്ടാവില്ല, അങ്ങനെ ചിന്തയേ ഇല്ല. അപ്പം ഡെയിലി ലൈഫിൽ നമ്മളിത് ആലോചിക്കുന്നില്ല, ആരെങ്കിലും ഒന്ന് ചോദിക്കുമ്പോഴാണ് നമ്മളിത് ഓർക്ക്. അപ്പം അങ്ങനെ സ്റ്റേജിൽ ഉള്ളൊരു ഒരു മാരേജ് റിസപ്ഷൻ്റെ ഒരു ഫംഗ്ഷനും മുപ്പൊരു ഷെർവാണിയൊക്കെ ഇട്ടിങ്ങനെ നിൽക്കുക. അപ്പോൾ കയറിപ്പോയി, ഹസ്ബൻഡ് കയറി, ചെറിയ മോളും മൂത്ത മോളും ഒക്കെ പോയി. മോള് ഫ്രാനാന്നൊക്കെ പറഞ്ഞ് പുള്ളിനെ ഇങ്ങനെ നോക്കിയിട്ട് ഹസ്ബൻഡോട് ഇവര്, കാരണം എന്നെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ അങ്ങനെ ഒരു വീട്ടിലുള്ള പെട്ടെന്ന് ശരിക്കും പരിചയമുള്ളവർക്ക് മനസ്സിലാവില്ല, കാരണം നമ്മൾ ഡ്രസ്ഡ് അപ്പ് അല്ലല്ലോ. പക്ഷേ എങ്കിൽ പുള്ളി അത് ഐഡന്റിഫൈ ചെയ്തിട്ട് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര, അപ്പം ഞാൻ വിചാരിച്ചു അയ്യോ. അപ്പോൾ പറഞ്ഞു നിങ്ങളെ സിനിമയൊക്കെ കണ്ടിട്ടല്ലേ, ദിലീപേട്ടൻ്റെ ഒക്കെ സിനിമ കണ്ടിട്ടല്ലേ നമ്മളൊക്കെ സിനിമയിൽ അഭിനയിക്കണം എന്നുള്ള ആഗ്രഹം തന്നെ വന്ന്, അങ്ങനത്തെ രീതിയിലുള്ളൊരു ടോക്കും കാര്യങ്ങളും. അപ്പം ഞാൻ വിചാരിച്ചു എത്ര ഹമ്പിളാണ്. കാരണം വെച്ചാൽ പുള്ളിക്കൊന്നും അത് ഐഡന്റിഫൈ ചെയ്യേണ്ട ഞാൻ പറഞ്ഞാലും, പക്ഷെ അവരൊക്കെ അത്രയും ഗ്രേറ്റ് പേഴ്സൺസ് ഒക്കെ അങ്ങനെ ആയിരിക്കും തോന്നുന്നു എല്ലാവരും. വീട്ടിലതിനു ശേഷം കുറച്ച് നിലയും വിലയും കൂടിയിട്ടില്ല. ഈ അഭയത്തില് നാഷണൽ അവാർഡ് പ്രത്യേക ജൂറി പരാമർശം കിട്ടിയിട്ടുണ്ടല്ലേ? ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള അഭയം എന്ന് പറഞ്ഞ മൂവിയിൽ അങ്ങനെ കിട്ടിയിട്ടുണ്ട്, പ്രസിഡന്റ് അടുത്ത അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ 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 ഓക്കെ. ഈ വക്കീലാണല്ലോ, അപ്പൊ ഈ സിനിമയിൽ അഭിനയിച്ചത് അല്ലെങ്കിൽ സ്റ്റേജ് ഫിയർ അല്ലെങ്കിൽ ക്യാമറ ഇല്ലാണ്ട് നമ്മൾ പെർഫോം ചെയ്യാണല്ലോ, അത് പ്രൊഫഷനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ അങ്ങനെ ഈസി ആയിട്ട്? ഒരുപാട് ഒരുപാട്. വക്കീൽ പണീന്റെ ഒരു പ്രശ്നം സിനിമയിൽ റീടേക്ക് ഉണ്ട്, വക്കീൽ പണിയിൽ അതില്ല. കേസ് വിളിച്ച് വാറണ്ടായി പോയാൽ കഴിഞ്ഞ്, അല്ലെങ്കിൽ കേസ് നമ്മൾ കേട്ടില്ലെങ്കിൽ കഴിഞ്ഞു, അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് ഒരു പ്രാവശ്യമേ പറയാൻ പറ്റുള്ളൂ. ഞാൻ എപ്പോഴും എൻ്റെ ഹസ്ബൻഡിനോട് പറയും, ഇതിൽ ആകെയുള്ളൊരു ഡിഫറൻസ് ഇതാണ്. കാരണം ഇത് രണ്ട് റോളിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഹാർട്ട് ബീറ്റ് അടിക്കാൻ തുടങ്ങും. കാരണം ഡയലോഗ് മറ്റേ ഫിലിമാണല്ലോ, ഇതിൻ്റെ അകത്ത് പറയുന്നില്ലേ ഓരോരോ അരിമണി പെറുക്കിയെടുക്കുന്ന പറഞ്ഞ മാതിരി അതൊക്കെ സംഭവിക്കും. പക്ഷെ നമുക്ക് കോടതിയിൽ നമുക്കത് പറ്റുകയില്ല. പിന്നെ വേറൊരു കാര്യമുണ്ട്, കോടതിയിൽ നമ്മളങ്ങനെ ഒരു കാര്യം അറിഞ്ഞ് നോളജോടുകൂടി നമ്മളൊരാളുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, അതിനൊരു വേറെ സെൻസാണ്, അതിനൊരു ബ്രെയിൻ യൂസ് ചെയ്യുന്ന സെൻസാണ്, ഇതിനൊരു ഹാർട്ട് യൂസ് ചെയ്യുന്ന സെൻസാണ്. പക്ഷെ രണ്ടും വളരെ പ്രിയപ്പെട്ടതാണ് എനിക്ക്, അത് റിലേറ്റഡ് ആണെന്ന് എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട്. ആ ടേക്ക് പറയുന്നതും കേസ് വിളിക്കുന്നതും തമ്മിൽ അങ്ങനെ രണ്ടും ഒരേപോലെ ചെയ്ത പ്രൊഫഷൻ ആയ കാരണേ. ഈ അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ കുറേ കൂടെ ഒക്കെ ആക്റ്റീവായിട്ട് ഉണ്ടാവുമായിരുന്നു. അവസാനം ചന്ദ്രനിൽ വരെ ഉണ്ടായിരുന്നു. ഇല്ല, ചന്ദ്രനിൽ ഹീറോയിനായിട്ട് വെച്ചാൽ ദിലീപേട്ടനൊക്കെ പറഞ്ഞിരുന്നു നമുക്ക് ഹീറോയിനായിട്ട് നോക്കാം, ഒരു 1 year ബ്രേക്ക് എടുക്കുക, കുറച്ച് തടിച്ചിട്ടുണ്ട്, ചക്കപ്പോത്തായിരുന്നല്ലോ, ജിമ്മിലൊക്കെ പോയി ഒന്ന് കുറച്ച് ഹൈറ്റൊക്കെ ആകട്ടെ ആള്, എന്നിട്ട് നമുക്ക് എന്നോട് പറയും മറ്റേ മുകേഷ് അങ്കിളും ഇവരൊക്കെ വരും കേട്ടോ മുട്ടായിയൊക്കെ ആയിട്ട്, ഹീറോയിനായിട്ട് വിളിക്കാൻ പോവരുത്, ദിലീപേട്ടൻ്റെ ഹീറോയിൻ ആവാൻ പാടില്ല, മനസ്സിലായോ എന്താ എന്നൊക്കെ ചോദിച്ചിട്ട് പുള്ളിയും ഭയങ്കര കോമഡി അങ്ങനെയൊക്കെ പറയായിരുന്നു. അപ്പോൾ ഇഷ്ടമുണ്ടായിരുന്നു, അങ്ങനെയാണെങ്കിൽ പോവായിരുന്നു. പക്ഷേ പിന്നെ അച്ഛനില്ലാത്തതുകൊണ്ട് പോവാനുള്ള ബുദ്ധിമുട്ടും ഒക്കെ കാരണം അങ്ങനെ. ഈ വക്കീൽ ജീവിതത്തിന്റെ ഇടയിൽ സിനിമാ ജീവിതം എപ്പോഴെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടോ? മിസ് ചെയ്യാനുള്ള സമയം കിട്ടിയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്നും ആക്ച്വലി ഇത് വിട്ടെങ്കിലും എല്ലാവരും എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കും ഇന്ന ആളല്ലേ, അയ്യോ എനിക്കിഷ്ടമായി. ആ ഒരു ഇത്രയും കൊല്ലമായിട്ടും
അതിൻ്റെ അകത്തുനിന്ന് വിട്ടിട്ടേ ഇല്ല. കാരണം എന്നും എപ്പോഴും ആരെങ്കിലും ഒരാളെങ്കിലും ഒരു ദിവസം ചോദിക്കാണ്ടും തിരിച്ചറിയാണ്ടും നല്ലതാന്ന് പറയാണ്ടും അത് ബെനിഫിറ്റാണ്. കാരണം എവിടെ പോയാലും നമുക്കൊരു പ്ലസ്സാണ്. നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും, നമുക്ക് കാര്യങ്ങൾ എളുപ്പമാവും. ചൈൽഡ് ആർട്ടിസ്റ്റ് ആയതുകൊണ്ടായിരിക്കും അനിയത്തിക്കായിട്ട് അഭിനയിച്ചത് എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരാളാണ്. അപ്പൊ ഞാൻ വിചാരിക്കും വളരെ ലക്കിയും ബ്ലസ്ഡും ആണ് ഞാൻ. ഫാൻസി നമ്പർ കിട്ടിയിട്ടുണ്ടല്ലേ ഫോണിന്? അതെ അതെ അതെ, ആർട്ടിസ്റ്റ് ആയിട്ട്. അത് മറ്റേ പ്രസിഡന്റ് അവാർഡ് കിട്ടിയ കാരണം അന്ന് ഫോൺ ഞങ്ങൾ അപ്ലൈ ചെയ്തപ്പോ പെട്ടെന്ന് കിട്ടുകയും ചെയ്തു. ഫാൻസി 999 എന്നുള്ള നമ്പർ കിട്ടി. ഇപ്പൊ 999 ഭയങ്കര അന്നൊരു ഭയങ്കര നമുക്കൊന്നൊരു വിലയില്ല. 741 എന്നുള്ളൊരു നമ്പർ അങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു, ലാൻഡ് ഫോൺ നമ്പർ. അത് അങ്ങനെ കിട്ടി. അന്നൊന്നും ഒരു നാട്ടിൽ തന്നെ ഒരു വീട്ടിലൊക്കെ ഉണ്ടാവുള്ളൂ. ഞങ്ങൾ ഷൂട്ടിങ്ങിന് പോകുമ്പോൾ അമ്മയൊക്കെ പണ്ട് ഈ പുറപ്പാടിന്റെ ഷൂട്ടിങ്ങിനൊക്കെ പോകുമ്പോൾ എങ്ങനെയാ വെച്ചാൽ വേറെ ഏതോ ഒരു വീട്ടിലാണ് ട്രങ്കൊക്കെ ബുക്ക് ചെയ്തിട്ട് അമ്മ പോയി നിൽക്കൊക്കെ വേണം. അപ്പൊ അതിന്റെ ബുദ്ധിമുട്ട് കൊണ്ട് വിളിച്ചത്. അങ്ങനെ ആ നാട്ടിലേക്ക് പിന്നെ രണ്ടാമത് ഫോൺ വരുന്നത് ഞങ്ങളുടെ വീട്ടിലൊക്കെയാണ്. അപ്പോൾ ചോദിക്കായിരുന്നു നെയ്ബേഴ്സ് ഒക്കെ വന്നിട്ട്, കറണ്ട് പോയാല് ഫോണ് വിളിച്ചാൽ കിട്ടുമോന്ന്. കാരണം വെച്ചാല് കറണ്ടിലാണ് ഇത് വർക്ക് ചെയ്യുന്നതൊക്കെയുള്ള അങ്ങനത്തെ ഒക്കെ കാലഘട്ടമായിരുന്നു. വളരെ ഒരു ആലോചിക്കുമ്പോൾ ഇപ്പൊ ന്യൂജൻ കുട്ടികളൊക്കെ കേൾക്കുമ്പോ ഒരു നമ്മള് പണ്ട് നമ്മളെ കാലത്തൊക്കെ അല്ല കാളവണ്ടിയിൽ പോയിരുന്നു എന്നൊക്കെ പറഞ്ഞവര് അതുപോലെ തോന്നുന്നു. തീർച്ചയായും ഈ ഒരു വടക്കൻ വീരഗാഥയുടെ ഒരു റിലീസ് സമയത്ത് ഇങ്ങനെ ഒരു സംഭാഷണം സാധ്യതയിൽ ഒരുപാട് സന്തോഷമുണ്ട്. സിനിമ കുറേ മെമ്മറി. നിങ്ങൾ നല്ല റിസർച്ച് ആയിട്ടാ ചെയ്തത്. കാരണം ഞാൻ ഞെട്ടിപ്പോയി. ഇത്രയും കാര്യങ്ങൾ നല്ല റിസർച്ച് ചെയ്തിട്ട് നിങ്ങൾ ചോദിച്ചു. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. താങ്ക് യു. സിനിമ വടക്കൻ വീരഗാഥ 4K റിലീസ് ആകുമ്പോൾ ഫാമിലിയുടെ കൂടെയാണോ? ഫാമിലി കൂടെ വരണം. പിന്നെ ഇവരെല്ലാവരും കൂടെ കാണണം എന്നൊക്കെ പ്ലാനിങ് ഉണ്ട്. എന്താണെന്നറിയില്ല, ഇവിടെ വന്നിട്ടാണോ കാണാൻ, അങ്ങനെ കുറച്ച് തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്. നിങ്ങൾ ക്രൂ എല്ലാവരും ഒന്ന് ഫസ്റ്റ് ഷോ തന്നെ കാണും. സിനിമകളിലേക്കും ഈ പറഞ്ഞ ഉള്ളിൽ ഇപ്പോഴും ആ ഒരു ഹ്യൂമർ സെൻസ് എവിടെയോ ഉണ്ട്. പിന്നെ താല്പര്യമുണ്ട്. എന്റെ പാഷനാണ് ശരിക്കും. എന്റെ ഒരു ഭയങ്കര ഇഷ്ടമാണ് സിനിമ എന്ന് വെച്ചാൽ. കാരണം നമ്മള് ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കുട്ടിയാകുമ്പോൾ നമ്മൾ ഒരു തോട്ട്സും ഡെവലപ്പ് ആവുന്നതിന് മുന്നേ ഫസ്റ്റ് നമ്മുടെ ഉള്ളിലേക്ക് വന്നൊരു സംഭവമാണ്. 2.5 വയസ്സെന്ന് പറയുമ്പോൾ ഒരക്ഷരം എഴുതുന്നതിന് മുന്നേ വന്നിട്ടുള്ള. അപ്പൊ വെച്ചാൽ സിനിമ നമ്മുടെ ബ്ലഡിലുണ്ട്. അതിപ്പോ അഭിനയിച്ചില്ലെങ്കിലും കണ്ടിട്ടും പാട്ടുകളും അതിനെ എന്താ പറയാ കണ്ട് അതിനെ ഒരു എല്ലാ റിവ്യൂ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു എല്ലാ സിനിമകളും ഭയങ്കര ആക്ടിങ് ഭയങ്കര ഇഷ്ടമുണ്ട്. ഭയങ്കര അപ്പൊ നമ്മൾ ഇഷ്ടമുള്ള സാധനം നമ്മളെ അടുത്തേക്ക് വരുന്നല്ല, അറിയില്ല. ആദ്യം വന്നത് നമ്മൾ ഒന്നും വിചാരിച്ചിട്ടോ തീരുമാനിച്ചിട്ടോ ഒന്നുമല്ല, ഭാഗ്യം ഒരു യോഗം പോലെ. അതുപോലെ എങ്ങനെ നല്ല അവസരങ്ങളൊക്കെ കിട്ടി എനിക്ക് താല്പര്യമുണ്ട് ചെയ്യണം. അതെ 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 അതെ. പ്രത്യേകിച്ച് ഹ്യൂമർ സെൻസ് എനിക്ക് അപ്പോഴും കുട്ടിയാകുമ്പോൾ എനിക്ക് ഹീറോയിൻ ആയിട്ട് അഭിനയിക്കാൻ എന്നുള്ളത് എന്റെ വലിയ ഡ്രീം ആണ്. അന്നും എനിക്ക് വക്കീലാവണം തന്നെയായിരുന്നു ഡ്രീം. പക്ഷെ എനിക്ക് അഭിനയിക്കേണ്ട കാലത്ത് എനിക്ക് നല്ല ക്യാരക്ടർ റോൾ ചെയ്യുന്ന ആൾക്കാരായിട്ട് നമ്മൾ കുറെ ലെജൻസ് ഉണ്ടല്ലോ, അതുപോലെ ക്യാരക്ടർ റോൾ ചെയ്യുന്ന ഹ്യൂമർ സെൻസ് ഉള്ള ക്യാരക്ടർ ചെയ്യാം. അപ്പൊ ഹ്യൂമർ ഉണ്ടെന്ന് എല്ലാരും പറയും. എന്റെ ലൈഫിന്റെ ഒരു മെയിൻ പാർട്ട് അതാണ്. അപ്പൊ അത് എനിക്ക് ഇഷ്ടം, ടൈമിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ആ രീതിയിൽ എനിക്ക് ഇഷ്ടമുണ്ട്. അങ്ങനെ അവസരങ്ങൾ ഞാൻ വിനീതേട്ടനൊക്കെ പറഞ്ഞിട്ടുണ്ട് കണ്ടപ്പോ. അപ്പൊ വിനീതേട്ടൻ അങ്ങനെ ഉണ്ടോ, നിനക്ക് ഇപ്പോഴും താല്പര്യം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ലാൽ ജോസായിട്ടും നല്ല അതെ 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 ലാലേട്ടനൊക്കെ നല്ല കമ്പനി. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നല്ല കാര്യങ്ങളൊക്കെ വരുമ്പോ നമുക്ക് അതിനുള്ള ഇത് ഉണ്ടാവട്ടെ എന്ന് വിചാരിക്കുന്നു. നല്ലത് സംഭവിക്കട്ടെ. നേരത്തിന് ഒരുപാട് നന്ദി. നമസ്കാരം. താങ്ക് യു.